അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വമൻ യബിഅ ആജിലൻ മിൻഹു ബിആജിലിഹി യബില്ലഹുൽ ഗബ്നു ഫീ ബൈഇൻ വഫീ സലമീം ഇൻ ആതി ദംബം ഫമാ അഹദി ബിമുന്തഖിലിൻ മിനൻ നബി വലാ ഹബലി ബിമുൻസരിമീം മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ബഹുമാന്യരായ ഉസ്താദുമാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇജ്തിമാഅ സ്വീകരിക്കുമാറാവട്ടെ. മഹാനായ ബൂസൂരി ഇമാം അവിടുന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം ഇങ്ങനെ പാടിയിട്ട് അവിടുത്തെ മുഅ്ജിസാത്തുകളെ പറ്റിയിട്ട് പറഞ്ഞു കൊടുത്തിട്ട് അവിടുത്തെ അനുചരന്മാരുടെ വിശേഷണങ്ങൾ പറഞ്ഞിട്ട് അവിടുന്ന് ബുർദയുടെ അവസാനത്തിലേക്ക് കിടക്കാൻ പോവുകയാണ്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തോടുള്ള തവസ്സുൽ പാടുകയാണ്. അതുപോലെ തന്നെ പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുൻനിർത്തി അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് മഹാനായ ബൂസൂരി ഇമാം പറയുകയാണ്, ആരെങ്കിലും ആജിലിന് പകരം അഥവാ ഈ ദുനിയാവ് വെക്കേണ്ടതിന് പകരം അവൻ ആഖിറമാകുന്ന ആജിലത്തിനെ വെക്കുകയാണെങ്കിൽ അവൻ്റെ കച്ചവടത്തിൽ അവനിക്ക് നഷ്ടമാണ്. അവൻ്റെ കച്ചവടം ഏത് ഹൈസിയത്തിൽ കൂടിയാണെങ്കിലും അവൻ്റെ കച്ചവടം അവനിക്ക് പൂർണ്ണമായിട്ട് നഷ്ടമാണെന്ന് മഹാനായ ബൂസൂരി ഇമാം പഠിപ്പിക്കുകയാണ്. ഇതിൻ്റെ തുടക്ക വരികളിൽ മഹാനായ ബൂസൂരി ഇമാം പറയുന്നു, ഖദംതുഹു ബിമദീഹിൻ അസ്തഖീലു ബിഹി ദുനൂബ ഉംരി അല്ലാഹ് ഫിശ്ശിഅരി വൽ ഖിദമീ. അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് കൊണ്ട് ഞാൻ ഖിദ്മത്ത് എടുക്കുകയാണ്. ആ മദ്ഹ് കൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുകഴ്ത്തുന്ന കാരണം കൊണ്ട് തന്നെ എൻ്റെ കഴിഞ്ഞു പോയ പാപങ്ങൾ പൊറുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ബൂസൂരി ഇമാം പാപം ചെയ്ത ആളല്ല, മറിച്ച് എന്തിനാണ് ബൂസൂരി ഇമാം ഇവിടെ ഇത് പറഞ്ഞത്? ഹസനാത്തുൽ അബ്റാരി സീആത്തുൽ മുഖറബീൻ. നമ്മൾ പഠിച്ചവരാണ്. നമ്മൾ ചിലപ്പോൾ നല്ലതായിട്ട് കാണുന്ന കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയേക്കുള്ള അടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് തെറ്റായിട്ടാണ് തോന്നുക. അഥവാ കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ഞാൻ ശിഅറിലായിട്ടും പദ്യങ്ങളിലായിട്ടും അതുപോലെ തന്നെ രാജാക്കന്മാർക്ക് ഖിദ്മത്തെടുത്തും കൊണ്ട് എൻ്റെ കഴിഞ്ഞുപോയ സമയങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ മദ്ഹ് പാടുക എന്നുള്ള അഫ്ളലായ അമലിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കഴിഞ്ഞു പോയ കാലഘട്ടങ്ങൾ അത് ഫാളിലാണ്. ആ അഫ്ളലായ അമൽ എനിക്കൊരിക്കലും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഖേദമാണ് ബൂസൂരി ഇമാം പഠിപ്പിക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് അത് അഫ്ളലായ കാര്യമാണ്. നബി തങ്ങൾക്കുള്ള തവസ്സുലാക്കിയിട്ട് ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള തവസ്സുലാക്കിയിട്ട് ആരെങ്കിലും ദുആ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയട്ടെ, എൻ്റെ കഴിഞ്ഞു പോയ ഫാളിലായ സമയങ്ങളിൽ നിന്നും ഞാൻ ഖേദിച്ച് മടങ്ങിയിരിക്കുന്നു. ഇനി അതിലേക്ക് ഞാൻ മടങ്ങുകയില്ല. നിങ്ങളും അതുപോലെയായിരിക്കണം. നിങ്ങൾ ഈ ദുനിയാവിലെ താൽക്കാലിക സുഖത്തിന് വേണ്ടിയിട്ട് ആഖിറമാകുന്ന ആജിലായ സുഖം നിങ്ങൾ ഒരിക്കലും തന്നെ നഷ്ടപ്പെടുത്തിക്കൂടാ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പഠിക്കാൻ വന്നവരോട് ഞാൻ പറയട്ടെ, ആഖിറമാകുന്ന സുഖമാണ് നമുക്ക് വലുത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും തന്നെ ഈ ദുനിയാവിലെ സൗകര്യത്തിന് വേണ്ടിയിട്ട് സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും തന്നെ ആഖിറത്തിനെ വിൽക്കാൻ പാടില്ല. എന്നിട്ട് അവിടുന്ന് മഹാനായ ബൂസൂരി ഇമാം അവിടുന്ന് നമ്മൾ ഉണർത്തുകയാണ്. ഇന്നാതി ദംബം ഫമാഹദി ബിമുന്തഖിലിൻ മിനൻ നബി വലാ ഹബലി ബിമുൻസരിമീ.
അതേ, നീയാകുന്ന നഫ്സ് തെറ്റ് കൊണ്ടുവന്നാൽ, അതല്ലെങ്കിൽ നീ നിന്റെ ശരീരത്തിൽ എന്തെങ്കിലും അതിക്രമം പ്രവർത്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ നീ ഒരിക്കലും തന്നെ നിരാശപ്പെടേണ്ടതില്ല. കാരണം നിനക്ക് പിടിക്കാനൊരു പാശമുണ്ട്. അത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് തെറ്റുകൾ ചെയ്തു പോയാലും എനിക്ക് പിടിക്കാനൊരു ഹബീബുണ്ട്. കാരണം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നില്ലേ? മുത്തുനബി തങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ അവിടുന്ന് പറയുന്നില്ലേ? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. നബിയെ, തങ്ങൾ പറഞ്ഞു കൊടുക്കണം, യാ ഇബാദി, യാ ഇബാദി, എൻ്റെ അനുയായികളെ, എൻ്റെ സേവകരെ എന്ന് പണ്ഡിതന്മാർ അവിടെ നിന്ന് വിശദീകരണം കൊടുക്കുന്നത് കാണാം. എൻ്റെ അനുയായികളെ, നിങ്ങൾ ഒരിക്കലും തന്നെ നിരാശപ്പെടേണ്ടതില്ല. കാരണം എന്താ? അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വതും പൊറുക്കുമെന്ന് പറയാനാ ഞാൻ വന്നത്. അതുകൊണ്ട് ഇസ്ലാമിൽ എല്ലാത്തിലും പരിഹാരമുണ്ട്. ولو أنهم إذ ظلموا أنفسهم جاءوك فاستغفروا الله ما استغفر لهم الرسول لوجدوا الله توابا رحيما. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് പാപം ചെയ്തവർ വന്നാൽ അവർക്ക് പരിഹാരമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവനിക്ക് ഇടയാളനാവുന്നതാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിൻ്റെ അടുക്കൽ വന്നാൽ പരിഹാരമുണ്ട്. അതുകൊണ്ട് ഒരിക്കലും തന്നെ തെറ്റ് ചെയ്തു പോയവർ ഭയപ്പെടേണ്ടതില്ല. ഇവിടെ മഹാനവറുകൾ ഖവാരിജിയത്തിനോടെതിരാവുകയാണ്, അതുപോലെ തന്നെ മുഅ്തസിലിയാക്കൾക്കെതിരാവുകയാണ്. കാരണം തെറ്റ് ചെയ്തു പോയാൽ അവൻ കുഫറിലേക്ക് പോയി, അവന് തൗബയില്ല എന്ന് പറയുന്നവരോട് ഇസ്ലാമാകുന്നു നിങ്ങൾക്ക് തൗബ തരുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ നിങ്ങൾക്ക് തൗബയുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ പാപത്തിന് പരിഹാരമുണ്ടെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ഉരിദത് അലയ്യ അഅ്മാലു ഉമ്മത്തി ഹസനുഹാ വസയ്യുഹാ. എൻ്റെ ഉമ്മത്തിൻ്റെ അമലുകൾ അവിടുന്ന് എനിക്ക് കാണിക്കപ്പെടുന്നുണ്ട്. നന്മയും കാണിക്കപ്പെടുന്നുണ്ട്, തിന്മയും കാണിക്കപ്പെടുന്നുണ്ട്. നന്മ കാണുകയാണെങ്കിൽ ഞാൻ സന്തോഷിക്കുന്നതാണ്, ഇനി തിന്മയാണ് ഞാൻ കാണുന്നതെങ്കിൽ ഞാൻ അവന് പാപമോചനം തേടുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചില്ലേ? നബി തങ്ങൾ ഇവിടുന്ന് പാപം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല, മറിച്ച് പ്രതീക്ഷാറ്റ് പോകുന്നവനെ, തെറ്റ് ചെയ്തു പോയി ഇനി എന്ത് ചെയ്യും എന്ന് അവിടുന്ന് നിരാശയാകുന്ന മനുഷ്യനെ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാപമോചനമുണ്ടെന്ന് പഠിപ്പിക്കുന്നതാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, എന്തുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ യുക്തിവാദപരമായിട്ടുള്ള വാദങ്ങൾ വെച്ച് പുലർത്തുന്നവർ, അവരെ സംബന്ധിച്ചിടത്തോളം അവരിൽ ആത്മഹത്യാ നിരക്കുകൾ കൂടുതലാണ്. പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് അവിടെ ആത്മഹത്യാ നിരക്കുകൾ കുറയുന്നു? അവർക്ക് തങ്ങളുടെ പാപങ്ങൾ പറയാൻ അവർക്കൊരിടമുണ്ട്, അവർക്കൊരു പാശമുണ്ട്, അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിടിക്കാനുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിൽ എല്ലാത്തിനും പരിഹാരമുണ്ട്. തെറ്റുകൾ വന്നു പോയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരുമെന്ന് അവിടുന്ന് പഠിപ്പിക്കുകയാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചില്ലേ, അൽ മർഉ മഅ മൻ അഹബ്ബ. ഒരു വ്യക്തി ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവനോട് കൂടെയാണ്. അൻത മഅ മൻ അഹ്ബബ്ത. നീ ഇഷ്ടപ്പെടുന്നവരോട് കൂടെയാണ് നീ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സമൂഹത്തിനെ പഠിപ്പിച്ചില്ലേ? അപ്പോൾ ഞാൻ മുത്തുനബി തങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്, എനിക്ക് മുത്തുനബി തങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് എനിക്ക് രക്ഷയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണെന്ന് ബൂസൂരി ഇമാം പറയുകയാണ്. അപ്പോൾ ഏത് കളിക്കാരനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അതുപോലെ സിനിമാ താരങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അവരോടുകൂടെ അവർ പോകുന്നതായ നരകത്തിലേക്ക് നിങ്ങൾക്കും പോകാം. അതേ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, മഹാന്മാരെ നിങ്ങൾ ഇഷ്ടം വെക്കുകയാണെങ്കിൽ അവരോടുകൂടെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്കും പോകാമെന്ന് ബൂസൂരി ഇമാം പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു ചോദ്യം, നിങ്ങൾക്കിഷ്ടമുണ്ട് എന്നതിന് എന്താണ് തെളിവ്? നിങ്ങൾക്ക് ഹബീബിനോട് മഹബ്ബത്തുണ്ട് എന്നതിന് എന്താണ് തെളിവ്? അവിടുന്ന് ബൂസൂരി ഇമാം പാടുകയാണ്, ഫഇന്നലി ദിമ്മതൻ മിൻഹു ബിതസ്മിയതി മുഹമ്മദൻ വഹുവ ഔഫൽ ഖൽഖി ബിദ്ദിമമി. എൻ്റെ പേര് തന്നെയാണ് എനിക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹബ്ബത്തുണ്ട് എന്നതിൻ്റെ അടയാളം. ഞാൻ ഇപ്പോഴും എൻ്റെ പേര് നിലനിർത്തുന്നത് അവിടത്തോടുള്ള മഹബ്ബത്തിൻ്റെ പേരിലാണ്, നബി തങ്ങളോടുള്ള മഹബ്ബത്തിൻ്റെ പേരിലാണ്.
അപ്പോൾ എനിക്ക് സ്നേഹമുണ്ട് എന്നതിൻ്റെ അടയാളമല്ലേ, അതുകൊണ്ട് ഞാൻ രക്ഷ പ്രതീക്ഷിക്കുകയാണെന്ന് ബുസൂരി ഇമാം അവിടുന്ന് പാടുകയാണ്. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് എന്ന പേരിൻ്റെ ബർക്കത്ത് കൊണ്ട് തന്നെ അവിടുന്ന് സ്വർഗത്തിലേക്ക് പോയ കാരണവത്തെ ഹദീസുകൾ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വിചാരണ നാളയിൽ മുഹമ്മദ് ബിൻ ജഅഫർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മുഹമ്മദ് എന്ന പേരിൻ്റെ ബർക്കത്ത് കൊണ്ട്, അതിൻ്റെ ബർക്കത്ത് കൊണ്ട് മാത്രമായിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമായ കഥകൾ അവിടുന്ന് ഹദീസുകളിൽ അവിടുത്തെ മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുകയാണ്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കൊണ്ട് തന്നെ രക്ഷയുണ്ട്. അതേ സമയത്ത് ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ, ഇവിടെ ചില വഹാബികൾ പറയുന്നില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണ മനുഷ്യനാണ്, ഞാനും നബി തങ്ങളും ഒരുപോലെയാണെന്ന് പറയുന്നവരില്ലേ, അവരോട് നമുക്ക് ചോദിക്കാനുള്ളത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കൊണ്ട് ചില ആൾക്കാർ സ്വർഗത്തിലേക്ക് പോവുകയാണ്, ചില ആൾക്കാർക്ക് രക്ഷ കിട്ടുകയാണ്. അതേ സമയത്ത് നിന്റെ പേര് കൊണ്ട് നിനക്ക് രക്ഷ കിട്ടുമോ? അതേ എന്ന് നമ്മൾ അവരോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബിനെ ഇഷ്ടം വെക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.